ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനി സന്ദീപിന് ഭാരിച്ച ജോലിയാണ്. ഹമാസുകാരെ ന്യായീകരിച്ച് വെളുപ്പിച്ച് പുട്ടിയിട്ടെടുത്ത് ഒരുക്കി വെക്കണം. താലിബാനികളെ കുറച്ചുകൂടി സുഖിപ്പിക്കണം. വാര്യം കുന്നന് പത്മശ്രീയോ അങ്ങനെ എന്തെങ്കിലും പുരസ്കാരം കൊടുക്കണം എന്ന് അപേക്ഷിക്കണം. അങ്ങനെ ഇതുവരെ ഛർദിച്ചതെല്ലാം വെപ്രാളപ്പെട്ട് വാരി വിഴുങ്ങേണ്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതോടെ ഇനിയും പ്രത്യേക പ്രിവിലേജ് ലഭിക്കുമെന്നാണ് KT ജലീൽ MLA ട്രോള്. ഇനി ആരും സന്ദീപിനെ മുൻ RSSകാരൻ എന്ന് വിളിക്കില്ല. ആ പ്രിവിലേജ് കിട്ടണമെന്നുള്ള ആദ്യത്തെ യോഗ്യത സന്ദീപ് വാര്യർ ആകണം എന്നുള്ളതാണ്. ഇപ്പൊ വാര്യം കുന്നനാണല്ലോ. രണ്ടാമത്തേത് കോൺഗ്രസിൽ തന്നെ ചേരണം എന്നുള്ളതാണെന്നും ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ടൈറ്റിൽ തന്നെ സന്ദീപ് വാര്യരുടെ പ്രിവിലേജ് എന്നാണ്. സന്ദീപ് വാര്യർ BJPയിലെ മുസ്ലിം വിരുദ്ധ മുഖമായിരുന്നു. പലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമോ വധിക്കപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർക്കൊപ്പമോ അല്ല, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നു തള്ളുന്ന ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചു നിന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർ. പൗരത്വ ഭേദഗതി നിയമത്തെ കയ്യും മെയ്യും മറന്ന് പിന്തുണച്ചയാൾ. കാശ്മീരിന് പ്രത്യേക അവകാശം നൽകിയ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദു ചെയ്ത മോദി സർക്കാരിന്റെ നിലപാടിനെ മനസ്സറിഞ്ഞ് സ്വാഗതം ചെയ്തയാൾ. മുത്തലാഖ് ബില്ലിനെ സഹർഷം വരവേറ്റയാൾ. ബാബരി മസ്ജിദ് തകർത്തതിനെയും തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിതതിനെയും ഹൃദയം കൊണ്ട് വരിച്ചയാൾ. കാശ്മീരികളെ വെടിവെച്ചു കൊന്നു കുഴിച്ചു മൂടണമെന്ന് ആക്രോശിച്ചയാൾ. സന്ദീപിന്റെ നിലപാടുകൾ ഒരു ഘട്ടത്തിലും മിതവാദത്തിൽ ഊന്നിയായിരുന്നതില്ല. BJPയിലെ ശ്രീധരൻപിള്ളയുടെയും CK പത്മനാഭന്റെയും സ്കൂൾ ഓഫ് തോട്ട് അല്ല സന്ദീപ് വാര്യരുടേത്. ശശികല ടീച്ചറും ഗോപാലകൃഷ്ണനും പറയുന്നത് അതുപോലെ തനി വർഗീയത തുപ്പിയിരുന്ന സന്ദീപ് വാര്യർ ആ നിലപാടിൽ നിന്നെല്ലാം പുറകോട്ട് പോയോ എന്ന കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അവയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുമില്ല. എന്തായാലും തീവ്ര ഹിന്ദുത്വ പാർട്ടിയിൽ നിന്ന് മൃദു ഹിന്ദുത്വ പാർട്ടിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂടുമാറ്റം സ്വാഗതാർഹമാണ്. ചാനൽ റൂമുകളിലും FBയിലും ഇരുന്നുള്ള മുസ്ലിം വിരുദ്ധ വിഷം ചീറ്റുന്ന ഒരാളെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ. അഡ്വക്കേറ്റ് ജയശങ്കറിനെയും ഗോപാലകൃഷ്ണനെയും വിനു V ജോണിനെയും ശോഭാ സുരേന്ദ്രനെയും ശശികല ടീച്ചറെയും കൂടി മനം മാറ്റി മൃദു ഹിന്ദുത്വ പാർട്ടിയായ കോൺഗ്രസിലെത്തിച്ചാൽ അത്രയും സാമൂഹ്യ വിപത്തിന് തടയിടാനാവും. RSS ശാഖയ്ക്ക് കാവൽ നിന്ന KPCC പ്രസിഡന്റ് അതിനും കൂടി മുൻകൈ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾക്ക് കിട്ടുന്ന പ്രത്യേക അവകാശം അപാരം തന്നെ. അദ്ദേഹത്തെ ആരും ഭാവിയിൽ മുൻ RSSകാരൻ എന്ന് വിശേഷിപ്പിക്കില്ല. അദ്ദേഹം പറഞ്ഞതും പ്രസംഗിച്ചതും ഒരാളും പൊക്കിയെടുത്ത് കൊണ്ടുവരില്ല. ആ പ്രിവിലേജ് കിട്ടണമെങ്കിൽ ആദ്യത്തെ യോഗ്യത സന്ദീപ് വാര്യർ ആവണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് കോൺഗ്രസിൽ തന്നെ ചേരണം എന്നുള്ളതാണ്. കുറിക്കുകൊണ്ടല്ലോ ഇതുവരെ സന്ദീപ് വാര്യർ അദ്ദേഹം നിന്ന സംഘടനയിൽ നിന്നും പോകാൻ കാരണം ചില വ്യക്തികൾ ഇദ്ദേഹത്തെ അപമാനിച്ചു. ചില വ്യക്തികളിൽ നിന്ന് ഇദ്ദേഹത്തിന് വേദനിക്കുന്ന അനുഭവമുണ്ടായി. അച്ഛൻ മരിച്ചപ്പോൾ അനുശോചനവുമായി ഇദ്ദേഹം പ്രതീക്ഷിച്ച നേതാക്കളൊന്നും എത്തിയില്ല. ഇപ്പോൾ കോൺഗ്രസിലെത്തിയപ്പോൾ ആദ്യം തന്നെ മുരളീധരനാണല്ലോ നല്ല രൂപത്തിൽ പണി തന്നത്. ഇന്ന് മുരളീധരന്റെ കൂടെ താണ്ട പത്രസമ്മേളനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എത്രമാത്രം ഉളുപ്പില്ലാത്തവനാകാം എന്ന് സന്ദീപ് വാര്യർ തെളിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയായിരുന്നു BJP വക്താവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി എന്ന വാർത്ത. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും പാലക്കാട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ അവഗണന കൊണ്ടുമാണ് താൻ BJP വിടുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ആദ്യം തള്ളിമറിച്ചത്. എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ BJP പ്രസിഡന്റ് K സുരേന്ദ്രനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സന്ദീപ് വാര്യർ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നു. മോദി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് പറയുന്നതെന്നും പരമത വിദ്വേഷം കാരണമാണ് താൻ BJP വിടുന്നത് എന്നുമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഉളുപ്പില്ലായ്മയുടെ അവസാന വാക്കായി ഒരു രാഷ്ട്രീയക്കാരൻ മാറാം. അതിന്റെ തെളിവായി മാറുകയാണ് സന്ദീപ് വാര്യർ.
എന്നാൽ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് BJPയെ ഒരു രൂപത്തിലും ബാധിച്ചിട്ടില്ലെന്നും മറിച്ച് പ്രവർത്തകർക്കിടയിൽ പുതിയ ഉണർവ് നൽകിയിരിക്കുകയാണെന്നുമാണ് സ്വകാര്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് പാലക്കാട്ടിലെ BJP പ്രവർത്തകർ ഈ കാര്യം വ്യക്തമാക്കിയത്. സന്ദീപ് വാര്യർ വിഷയം ഒരു വിഷയമേ അല്ല, ഒരു പുതിയ ഊർജമാണ് ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നത്. സന്ദീപ് വാര്യർ പോയതിലൂടെ ഞങ്ങൾക്ക് പുതിയ പ്രവർത്തനങ്ങൾക്ക് വഴിവെട്ടാനായി എന്നാണ് അവർ പറയുന്നത്. സന്ദീപ് വാര്യർ പോയത് ഏത് രൂപത്തിലും ഞങ്ങൾക്ക് ഗുണമായി, പ്രവർത്തകർക്കിടയിൽ ആവേശം കൂടി, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. സീറ്റിനു വേണ്ടിയിട്ടാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ വന്നത് എന്ന് മനസ്സിലായി. ഇതുവരേക്കും ചാനലുകളിൽ വന്നിരുന്ന് നരേന്ദ്രമോദിയെയും പാർട്ടിയെയും ചില നയങ്ങളെയും ഒക്കെ തേച്ചു വെളുപ്പിച്ചതും പുട്ടിയിട്ടതും ചില നിലപാടുകൾ ഉറക്കെ പറഞ്ഞതുമൊക്കെ സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയാണ് എന്ന് ഇപ്പോഴാണ് അണികൾക്കും കൂടി മനസ്സിലായത്. സോഷ്യൽ മീഡിയയിലൂടെ തള്ളിമറിച്ചിരുന്നതും സീറ്റിനു വേണ്ടിയാണ്, അധികാര കസേരകൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലായി. ഇനി എന്തായാലും ഈ അവസ്ഥ കോൺഗ്രസിനുണ്ടാകാതിരിക്കാൻ അവര് പ്രത്യേകമായി വാര്യറെ പരിഗണിക്കാതിരിക്കില്ല. അല്ലാതെ ഇയാളുടെ ആത്മാർത്ഥത കൊണ്ടല്ല ഇയാൾ ഇതുവരേക്കും ഓരോരോ ആശയങ്ങളും നിലപാടുകളും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് നീങ്ങിക്കിട്ടി. അതുകൊണ്ട് തന്നെ പതിവിലധികം ഉണർവിലാണ് ജനങ്ങൾ എന്നാണ് പൊതുവിൽ BJP പ്രവർത്തകരുടെ പാലക്കാട്ടെ അഭിപ്രായം. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾക്ക് പോലും പാണക്കാട് തങ്ങളെ കണ്ട അനുഗ്രഹം വാങ്ങേണ്ടുന്ന അവസ്ഥയായി പോയല്ലോ. എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ മാത്രം കാണുന്നത്? മറ്റ് സമുദായ നേതാക്കളെല്ലാം അനുഗ്രഹം തേടാൻ പറ്റാത്തവരാണോ? അതോ അവരൊക്കെ അപശകുനങ്ങളാണോ? മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസിനുമൊക്കെ കോൺഗ്രസ് അടിമപ്പെട്ടു എന്നതിന്റെ തെളിവാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് സാമുദായിക നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത്? മറ്റ് സമുദായ നേതാക്കളെല്ലാം അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ? പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്നതാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടു പോയി. പാണക്കാട് തങ്ങൾ ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടത് എന്നാണ് കോൺഗ്രസുകാരുടെ അടക്കം പറഞ്ഞത്. PJ ജോസഫ് ഘടകകക്ഷി നേതാവാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ പോകാത്തത്? ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെയോ സുകുമാരൻ നായരെയോ വെള്ളാപ്പള്ളി നടേശനെയോ പുന്നല ശ്രീകുമാറിനെയോ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് എന്നും സുരേന്ദ്രൻ ചോദിച്ചു. ഇത്രയധികം ലജ്ജാകരമായ നിലയിലേക്ക് കോൺഗ്രസും അതിന്റെ നേതൃത്വവും എത്തിയത് എന്തുകൊണ്ടാണ്? കെ മുരളീധരനും DCC പ്രസിഡന്റ് തങ്കപ്പനും പറയുന്നത് ഞങ്ങൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ്. എന്നാൽ കെ മുരളീധരനെ പോയി കണ്ട അനുഗ്രഹം തേടിക്കൂടെ? കോൺഗ്രസിനെ ഒരു കൂട്ടം ആളുകൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിലും VD സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. പാലക്കാട് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം VD സതീശൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. SDPIയുടെ നോട്ടീസുമായി വീട് കയറാൻ സതീശന് നാണമില്ലേ? മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ മുസ്ലിം സംഘടനകൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നു എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. യാഥാർത്ഥ്യം. നന്ദി.